ഭൂപട വായന അഥവാ മാപ്പ് റീഡിംഗ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സൺക്ലോക്കിനെ പറ്റിയും പഠിക്കുന്നുണ്ട്, ക്യൂജിസിനെ പറ്റിയും പഠിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങൾ വിക്കി മാപ്പിയെ കുറിച്ചിട്ടും പഠിക്കുന്നുണ്ട്. അതിൽ സൺക്ലോക്ക് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യനിലൂടെ ഈ സൺക്ലോക്ക് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കൃത്യമായി ചെയ്ത് 7 മാർക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചെടുക്കുന്നത്. സൺക്ലോക്കിലെ പ്രവർത്തനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടേബിളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അതായത് ഇതിൽ നമ്മുടെ മെനു ബാറിനകത്തുള്ള ടൂളുകൾ ഉണ്ടല്ലോ, ആ ടൂളുകളുടെ ഉപയോഗമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. ചോദ്യം ഇതാണ്: ഡിസ്പ്ലേ ദ പൊസിഷൻ ഓഫ് ദ സൺ ആൻഡ് മൂൺ ഫ്രം എനി സിറ്റി ഇൻ ഇന്ത്യ ഓൺ 21st December 2024 വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ. Take a screenshot and save it in the exam10 folder in home with your register number _ question number as the file name. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? 2024 ഡിസംബർ 21 സൂര്യൻ, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പട്ടണം സെലക്ട് ചെയ്ത് സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 4 സൂചനകൾ, 4 ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച് ഇന്ത്യയിലെ ഒരു പട്ടണം സെലക്ട് ചെയ്യുക. Display the time zone map on the SunClock software and select any Indian city. എന്നിട്ട് എന്ത് ചെയ്യണം? മേക്ക് എ സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രസ് വാല്യൂ ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ്. നമുക്ക് ഈ ഒരു ഡേറ്റിലേക്ക് കൊണ്ടുവരണം അല്ലെ. ആ ഒരു ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി ക്രമീകരിക്കുക. ഭൂപടത്തിൽ സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കുക. പ്രധാന അക്ഷാംശ രേഖാംശ രേഖകൾ പ്രദർശിപ്പിക്കുക. ഷോ ദ സൺ ആൻഡ് മൂൺ ഓൺ ദ മാപ്പ്. അടുത്തത് പറയുന്ന ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതെങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലേക്ക് വരാം. ആദ്യം നമ്മൾ എന്ത് വേണം? സൺക്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ സൺക്ലോക്ക് ഓപ്പൺ ചെയ്യാം. സൺക്ലോക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടായിട്ട് സൺക്ലോക്ക് കാണാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക്. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക്. ഈ ക്രമത്തിൽ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിന് വിൻഡോ കാണാൻ പറ്റുക. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാക്സിമൈസ് ചെയ്യാം. മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാക്സിമൈസ് ആയല്ലോ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ ദ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് എനി ഇന്ത്യൻ സിറ്റി. സൺക്ലോക്കിലെ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച് ഇന്ത്യയിലെ ഒരു പട്ടണം സെലക്ട് ചെയ്യണം. സമയമേഖലാ ഭൂപടം അഥവാ ടൈം സോൺ മാപ്പ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മാർഗം പറഞ്ഞുതരാം. ഒന്ന്, ആദ്യം നമ്മുടെ മെനു ബാർ ഇങ്ങോട്ടേക്ക് എടുക്കാം. മെനു ബാർ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ മെനു ബാർ ഇത്തരത്തിൽ കിട്ടും. ഈ മെനു ബാറിൽ ഇവിടെ കണ്ട ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം സോൺ മാപ്പ് ഇവിടെ ഡിസ്പ്ലേ ആവും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലെ സ്പേസ് ബാർ ഇല്ലേ, ആ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ടൈം സോൺ മാപ്പ് ഇത്തരത്തിൽ ഡിസ്പ്ലേ ആവും. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് മൗസ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇത്രയും കാര്യങ്ങൾ റെഡിയായി. ആദ്യ സൂചനയിൽ, ആദ്യ ഹിൻഡിൽ പറഞ്ഞ കാര്യം റെഡിയാക്കി. പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി ക്രമീകരിക്കുക. മേക്ക് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രസ് വാല്യൂ ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ്. അപ്പോൾ എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരുത്തേണ്ട ആ ഒരു ഡേറ്റ്? 2024 ഡിസംബർ 21 അല്ലേ, അതിലേക്ക് വരുത്തണം. കറന്റ് ഇപ്പോൾ ഇവിടെ ഏതാ ഡേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഉള്ളത് 2025 ജനുവരി 12 ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ 2024 കൊണ്ടുപോകണം. 2024 ഡിസംബർ 21 കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ പൊതുവെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്ക് അവിടെ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ ഡേറ്റ്, മന്ത് ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് ഇവിടെ 2025 ഉള്ളത്, അതിനെ നമുക്ക് 2024 കൊണ്ടുപോകണം. അതിനായി നമ്മുടെ മെനു ബാറിൻ്റെ അകത്തുള്ള ജി എന്നൊരു ടൂൾ കണ്ടില്ലേ, ഇതിനെ പ്രോഗ്രസ് വാല്യൂ, അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ എന്നാണ് പറയുന്നത്. ഈ അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ അഥവാ ഈ ജീൻ്റെ അകത്ത് നിങ്ങൾക്ക് മൗസ് പോയിന്റ് കൊണ്ടുപോകുമ്പം അതിൻ്റെ തൊട്ട് താഴെ കാണാം പ്രോഗ്രസ് വാല്യൂ ഈക്വൽ ടു 1 മിനിറ്റ് അല്ലെ. പ്രോഗ്രസ് വാല്യൂ ഈക്വൽ ടു 1 മിനിറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജി എന്നത് ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 1 അവർ എന്നാവും അല്ലെ. പ്രോഗ്രസ് വാല്യൂ 1 അവർ ആയി. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ജി. അപ്പോൾ എന്തായി? 1 ഡേ ആയി പ്രോഗ്രസ് വാല്യൂ. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക 7 days.
30 days. ഇനി ഒരിക്കലും കൂടി ക്ലിക്ക് ചെയ്താൽ തിരിച്ച് വീണ്ടും 1 മിനിറ്റിലേക്ക് വരും. നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് 30 ഡേയ്സിലേക്ക് വരുത്തും. മാക്സിമം ഇതിലിപ്പോൾ 30 ഡേയ്സ് ആണ് പറ്റുക. നമുക്ക് ഈ 30 ഡേയ്സ് നമ്മൾ പ്രോഗ്രസ് വാല്യൂ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് 30 ദിവസം വീതം മുമ്പോട്ടോ അല്ലെങ്കിൽ 30 ദിവസം വീതം ബാക്കോട്ടോ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ 1 മിനിറ്റ് വീതം മുമ്പോട്ട് 1 മിനിറ്റ് വീതം ബാക്കോട്ട് കൊണ്ടുവരാം. പ്രോഗ്രസ് വാല്യൂ 1 ഡേ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ 1 ദിവസം വീതം മുമ്പോട്ടോ 1 ദിവസം വീതം ബാക്കോട്ടോ കൊണ്ടുവരാം. നമുക്കിപ്പോൾ 2025 ആണ് നമുക്ക് താഴെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 2025 ജനുവരിയാണ്. അതിനെ തൊട്ട പുറകിലത്തെ മാസത്തിലേക്ക്, അതായത് ഒരു 30 ദിവസം പുറകോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം പ്രോഗ്രസ് വാല്യൂ നമ്മൾ 30 ഡേയ്സ് ആക്കി സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഈ ജിയുടെ ഈ സൈഡിൽ തന്നെ, ഈ ജിയുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് 2 ടൂൾ ഉണ്ട്, എയും ബിയും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈ ടൈം ഫോർവേഡ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈ ടൈം ബാക്ക്വേർഡ്. നമ്മൾ എത്രയാണോ പ്രോഗ്രസ് വാല്യൂ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രയും പ്രോഗ്രസ് വാല്യൂ, അത്രയും ഇപ്പോൾ 30 ഡേയ്സ് ആണ്, ആ 30 ഡേയ്സ് വീതം ബാക്കോട്ടാണ് പോകേണ്ടതെങ്കിൽ ബി അമർത്തുക. ഓക്കെ, ബി എന്ന ടൂൾ യൂസ് ചെയ്യാം. മുമ്പോട്ടാണ് പോവേണ്ടതെങ്കിൽ, ആ 30 ഡേയ്സ് വീതം മുമ്പോട്ടാണ് പോവേണ്ടതെങ്കിൽ എ പ്രസ് ചെയ്യാം. നമുക്കിപ്പം നമ്മുടെ താഴെ നമുക്ക് ഡേറ്റ് കാണാം, ജനുവരി ആണ് അല്ലേ, 2025 ജനുവരിയാണ്. അപ്പോൾ 30 ദിവസം പുറകോട്ട് പോയാലല്ലേ 2024 ഡിസംബർ എത്തൂ. അപ്പോൾ പുറകോട്ട് പോകാൻ വേണ്ടി ബി എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ബി ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കി താഴെ 2024 ഡിസംബർ 13 ആയി അല്ലേ, ഡിസംബർ 13 ആയി. ചോദ്യത്തിൽ പറഞ്ഞത് ഡിസംബർ 21 ആണ്, 21 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മളുള്ളത് 13-ലാണ്. ഇനി നമുക്ക് പുറകോട്ടാണോ വേണ്ടത് മുമ്പോട്ടാണോ വേണ്ടത്? ഇപ്പൊ 13 അല്ലേ ഇവിടെയുള്ളത്. അപ്പൊ നമുക്ക് 21-ലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ദിവസം വീതം കൂട്ടി വന്നാൽ മതി അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ വീണ്ടും നമ്മുടെ പ്രോഗ്രസ് വാല്യൂ മാറ്റണം. അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ 30 ഡേയ്സ് എന്നത് മാറ്റി 1 മിനിറ്റ് വരുന്നു. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 അവർ വരും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡേ വരും. ഓരോ ദിവസം വീതം വേണമെങ്കിലും നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ 7 ഡേയ്സ് സെറ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 1 ഡേ വീതം ചെയ്യുന്നത് കാണിച്ചു തരാം. നിങ്ങൾ ആ ഒരു ഡേയ്സിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഞാനിപ്പോൾ പ്രോഗ്രസ് വാല്യൂ 1 ഡേ ആയിട്ട് ക്രമീകരിച്ചു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് മുമ്പോട്ടാണോ പോകണ്ടേ ബാക്കോട്ടാണോ പോകണ്ടേ? ഇപ്പം നമ്മളുള്ളത് ഡിസംബർ 13-നാണ്. അതുകൊണ്ട് നമുക്ക് 21-ലേക്ക് എത്തണമെങ്കിൽ ഫോർവേഡ് ആണ് അല്ലേ, മുമ്പോട്ടാണ് പോകേണ്ടത്. മുമ്പോട്ട് പോകാൻ വേണ്ടി ഇവിടെ എ കാണാലോ, എ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ദിവസം മുമ്പോട്ടായി. വീണ്ടും ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് 21 എത്തുന്നത് വരെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പം നമുക്കിവിടെ കാണാം നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡേറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. 2024 ഡിസംബർ 21 കൃത്യമായി വന്നിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി എന്താ പറയുന്നത്? ഷോ ദ സൺ ആൻഡ് മൂൺ ഓൺ ദ മാപ്പ്. സണ്ണും മൂണും നമുക്ക് ഷോ ചെയ്യണം. സണ്ണ് സൂര്യനെയും ചന്ദ്രനെയും പ്രദർശിപ്പിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിന് ഏത് ടൂളായിരുന്നു നമ്മൾ യൂസ് ചെയ്യേണ്ടേ? ആ ഒരു ടേബിൾ പഠിച്ചവർക്ക് അറിയാം, കാണിച്ചു തരാം. ഇതാ ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിച്ചവർക്ക് അറിയാം. എന്തായിരുന്നു? വൈ ആണ് അല്ലേ, വൈ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ടോഗിൾ സൺ ഓർ മൂൺ. ആ ഒരു വൈ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുക, അഥവാ ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ മെനു ബാറിൻ്റെ അകത്ത് വൈ ഉണ്ട്. ഈ വൈ ഒരു തവണ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ചന്ദ്രനെയും ഈ സൈഡിലായിട്ട് സൂര്യനെയും കാണാം. ഒന്നുകൂടി വൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ അത് പോവും. ഓക്കെ, വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ചന്ദ്രനും സൂര്യനും ഇവിടെ വരും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥാനം കാണാൻ പറ്റും. വീണ്ടും ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകും. ഞാനിവിടെ ചന്ദ്രനെയും സൂര്യനെയും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ആ സ്ഥാനം അടക്കം ഡിസ്പ്ലേ ചെയ്ത് വെച്ചു. ഇനി എന്താ പറയുന്നത്? ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആണ് പറയുന്നത് അല്ലെ. മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്, പ്രധാന അക്ഷാംശ രേഖകൾ. പ്രധാന അക്ഷാംശ രേഖ, അക്ഷാംശ രേഖകളും നമുക്ക് ഇതിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. പ്രധാന അക്ഷാംശ രേഖകൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ രേഖാംശ രേഖയും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിലേതൊക്കെയായിരുന്നു? അറിയാലോ, ടിയും എമ്മും അല്ലെ. ടോഗിൾ ട്രോപ്പിക് ടൂള്, ടോഗിൾ മെറീഡിയൻ ടൂള്. വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. ടോഗിൾ മെറീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോ ഓർ ഹൈഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആണ്. എന്നാൽ ടി ടോഗിൾ ട്രോപ്പിക് ഓർ ഇക്വേറ്റർ ആർട്ടിക്, ഈ ഒരു ടൂളാണ്, ടി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആണ്. ഓക്കെ, മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ടി ആണ് ഇവിടെ വേണ്ടത്. നിങ്ങളോട് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആണെങ്കിൽ എം പ്രസ് ചെയ്യുക. നമുക്കിവിടെ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആയതുകൊണ്ട് ടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മെനു ബാറിനകത്ത് ടി ഉണ്ട്. ടി ഒരു തവണ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഇതേപോലെ ഡിസ്പ്ലേ ആയി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി ചോദ്യത്തിൽ എന്തെങ്കിലും പാർട്ടുണ്ടോ?
ഇല്ല, ചോദ്യത്തിൽ ഇത്രയും സൂചനകൾ, ഇത്രയും ഹിന്റുകളാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് സേവ് ചെയ്യണം. നമ്മൾ മറ്റ് പ്രവർത്തനങ്ങൾ പോലെ ഫയലിൽ സേവ് ചെയ്യുമോ അങ്ങനെയൊന്നുമല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ചോദ്യത്തിൽ പറയുന്നുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാനായി കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ കീ അമർത്തുക. അപ്പോൾ ലഭിക്കുന്ന സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും കോപ്പി ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്ത് ഫയൽ റീനെയിം ചെയ്യുക. അതായത് പ്രസ് ദ പ്രിന്റ് സ്ക്രീൻ കീ ഓൺ ദ കീബോർഡ് ടു ടേക്ക് എ സ്ക്രീൻഷോട്ട്. കോപ്പി ദ സ്ക്രീൻഷോട്ട് ഫയൽ ഫ്രം ദ പിക്ചേഴ്സ് ഫോൾഡർ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഇൻ ടു ദ exam10 ഫോൾഡർ ഇൻ ഹോം. റീനെയിം ദ ഫയൽ ആസ് ഇൻസ്ട്രക്റ്റഡ്. സിമ്പിൾ ആണ്, കണ്ടിട്ട് പേടിച്ചു പോകണ്ട, നമുക്ക് പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡിൻ്റെ അകത്ത് പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്. പ്രിന്റ് സ്ക്രീൻ, ഇതാണ് ആ ഒരു കീ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ല, ഒരു ഫോട്ടോ എടുക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ എടുത്ത ഈ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി സേവ് ആയിട്ടുണ്ട്, ഒരു സ്ഥലത്ത് പോയി നിന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫോൾഡറിലല്ല ഉള്ളത്, മറ്റൊരു ഫോൾഡറിലാണ് ഉള്ളത്. പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്, അതിലാണ് ഇപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്ന് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ exam10 എന്ന ഫോൾഡറിലേക്ക് കൊണ്ടുപോയി ഇടണം. അത് മെയിൻ ആണ്, അല്ലാതെ പിക്ചേഴ്സ് ഫോൾഡറിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു പിക്ചേഴ്സ് ഫോൾഡറിൽ നിന്ന് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് കാണാൻ വേണ്ടിയിട്ട് ഹോമിലേക്ക് വരിക. ഓക്കെ, ഇവിടെ ഹോം ഉണ്ട്, ഹോമിലേക്ക് വരിക. ഹോമിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം പിക്ചേഴ്സ്. ഓക്കെ, ഈ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യാം, ഹോമിൽ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എടുത്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഈ സ്ക്രീൻഷോട്ടിനെ നമുക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, ഈ സ്ക്രീൻഷോട്ടിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. എന്നിട്ട് എവിടെ പേസ്റ്റ് ചെയ്യണം, ഹോമിലെ exam10 എന്ന ഫോൾഡർ ഇവിടെ ഉണ്ട് അല്ലേ. exam10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയ ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. എവിടെയെങ്കിലും ബ്ലാങ്ക് ആയ ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് അവിടെ പേസ്റ്റ് ആയി. ഇങ്ങനെ വെച്ചിട്ട് പോയി കളയരുത്. എന്ത് ചെയ്യണം, ചോദ്യം ശ്രദ്ധിക്കണം, അതിനെ റീനെയിം ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ. റീനെയിം ദ ഫയൽ ആസ് ഇൻസ്ട്രക്റ്റഡ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ രജിസ്റ്റർ നമ്പർ _question നമ്പർ ആയിട്ട് അതിനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീനെയിം എന്ന് കാണാലോ. ഈ റീനെയിം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പേര് കൊടുക്കുന്നത് പോലെ അങ്ങ് ടൈപ്പ് ചെയ്യുക. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോറിന് എന്താ വേണ്ടത്, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അണ്ടർസ്കോറിൻ്റെ കീ പ്രസ് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ അവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ റീനെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവിടെ സേവ് ആയി നിന്നോളും, സെറ്റായി. ഇത്രയും ചെയ്താൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഓപ്പൺ ദ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. നോക്കാം, സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ആദ്യം എന്താ പറയുന്നത്, സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക. ഷോ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ആൻഡ് ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. രണ്ടും പറയുന്നുണ്ട് അല്ലെ. രേഖാംശ രേഖകളും പ്രധാന അക്ഷാംശ രേഖകളും പ്രദർശിപ്പിക്കുക. റിമൂവ് ദ സെപ്പറേഷൻ ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് കംപ്ലീറ്റ്ലി. അതായത് രാത്രിയുടെയും പകലിന്റെയും വേർതിരിവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എന്നിട്ട് എന്താ അവസാനം പറയുന്നത്, ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ് ആൻഡ് സേവ് ഇറ്റ് ഇൻ ദ exam10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _question നമ്പർ ആസ് ദ ഫയൽ നെയിം. സാധാരണ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് സേവ് ചെയ്യാനാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് വേണം, സൺക്ലോക്ക് ഓപ്പൺ ചെയ്യണം. എങ്ങനെയാണ് സൺക്ലോക്ക് ഓപ്പൺ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു, ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, താഴെ വന്നു കഴിഞ്ഞാൽ സൺക്ലോക്ക് ഉണ്ട്. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക്, ഈ ക്രമത്തിൽ സൺക്ലോക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയൊരു വിൻഡോ ആണ് കിട്ടുക. ഇതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാക്സിമൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാക്സിമൈസ് ചെയ്തല്ലോ. ഇനി നമ്മുടെ മെനു ബാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. മെനു ബാർ കൊണ്ടുവരാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെനു ബാർ ഇങ്ങോട്ടേക്ക് വന്നോളൂ. ചോദ്യത്തിൽ ആദ്യം എന്താ പറയുന്നത്, ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ ദ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. നമുക്ക് ടൈം സോൺ മാപ്പിനെ അഥവാ സമയമേഖലാ ഭൂപടത്തെ പ്രദർശിപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. ഒന്നുകിൽ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിലെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് മൗസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൈം സോൺ മാപ്പ് ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ടൈം സോൺ മാപ്പ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. ഇനി നമ്മളോട് എന്താ ചോദ്യത്തിൽ പറയുന്നത്, ചോദ്യം നോക്കാം. ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഷോ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ആൻഡ് ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആൻഡ് മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് അറിയാം, ടിയും എമ്മും ആണ് അല്ലെ. ടി ടോഗിൾ ട്രോപ്പിക് ടൂൾ, അതേപോലെ എം എന്ന് പറയുന്നത് ടോഗിൾ മെറീഡിയൻ ടൂൾ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേബിൾ എടുത്ത് നോക്കാം. എക്സാമിന് ഈ ടേബിൾ ഒന്നും എടുത്ത് നോക്കാനൊന്നും പറ്റുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പഠിക്കണം, ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. എം എന്ന് പറയുന്നത് ടോഗിൾ മെറീഡിയൻ ടൂൾ ടു ഷോ ഓർ ഹൈഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്.
ടി എന്ന് പറയുന്നത് ടോഗിൾ ട്രോപ്പിക് ഇക്വേറ്റർ ഓർ ആർട്ടിക്. ടി എന്ന് പറയുന്നത് ടോഗിൾ ട്രോപ്പിക് ഇക്വേറ്റർ ആർട്ടിക്. അപ്പോൾ ടി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടു ഷോ ഓർ ഹൈഡ് മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. ഓക്കെ, മലയാളം ഇവിടെയുണ്ട്. ടോഗിൾ മെറീഡിയൻ രേഖാംശ രേഖകൾ ദൃശ്യമാക്കാൻ, അതേപോലെ അദൃശ്യമാക്കാനും പറ്റും. ടോഗിൾ ട്രോപ്പിക് ഇക്വേറ്റർ ആർട്ടിക്കിൾ, ഈ ഒരു ടോഗിൾ ട്രോപ്പിക് ആ ഒരു ടൂൾ ആണെങ്കിൽ പ്രധാന അക്ഷാംശ രേഖകൾ ദൃശ്യമാക്കാൻ അദൃശ്യമാക്കാൻ. നമുക്കിവിടെ രണ്ടും പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എം ക്ലിക്ക് ചെയ്യാം. എം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ നമ്മുടെ രേഖാംശ രേഖ ഇവിടെ ഡോട്ട് 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 ആയിട്ട് വന്നത് കാണാം. ഒന്നുകൂടി എം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒന്നുകൂടി എം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി അളവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ഡിഗ്രി അളവിനെ ഇനി വേണമെങ്കിൽ മുകളിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഗ്രി അളവ് മുകളിലോട്ട് ഇവിടെ പോയതായിട്ടും കാണാൻ പറ്റും. നമ്മളോട് ഇപ്പം ആ ഒരു നമ്മുടെ രേഖാംശ രേഖകൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. ആ രേഖാംശ രേഖ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, പ്രധാന അക്ഷാംശ രേഖകൾ അല്ലെ, പ്രധാന അക്ഷാംശ രേഖകൾ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് കൂടി നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി ടി പ്രസ് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രധാന അക്ഷാംശ രേഖകൾ കൂടി നമ്മളിവിടെ ഷോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താ ചോദ്യത്തിൽ പറയുന്നത്, ചോദ്യം നോക്കാം. ചോദ്യത്തിൽ പറയുന്നത് റിമൂവ് ദ സെപ്പറേഷൻ ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് കംപ്ലീറ്റ്ലി. രാപ്പകൽ വേർതിരിവ്, രാത്രിയുടെയും പകലിന്റെയും വേർതിരിവ് പൂർണ്ണമായി ഒഴിവാക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ രാത്രി പകലായിട്ട് കാണാൻ പറ്റും. ആ ഒരു വേർതിരിവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ആ ഒരു ഡേ ആൻഡ് നൈറ്റ് സെപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത് ടൂളായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്? എൻ ആണല്ലേ യൂസ് ചെയ്യുന്നത്, ടോഗിൾ നൈറ്റ് ടൂൾ. നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോഗിൾ നൈറ്റ്. രാത്രിയുടെയും പകലിന്റെയും വേർതിരിവ് കാണാനും ഒഴിവാക്കാനും ടോഗിൾ നൈറ്റ്. ഓക്കെ, എൻ ആണ് യൂസ് ചെയ്യുന്നത് ടു ഷോ ഓർ ഹൈഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ നൈറ്റ് ആൻഡ് ഡേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻ എന്ന ടൂളാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു മെനു ബാർ ഇപ്പം താഴെ മിനിമൈസ് ആയി പോയിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ടില്ലേ, മെനു ബാർ താഴെ മിനിമൈസ് ആയി പോയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ മെനു ബാർ തിരിച്ചു വന്നോളും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എൻ എന്ന ആ ഒരു ടൂള് ക്ലിക്ക് ചെയ്യുക, എൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. വീണ്ടും ക്ലിക്ക് ചെയ്യുക. ആ ഒരു രാപ്പകൽ വേർതിരിവ് ഡേ ആൻഡ് നൈറ്റ് സെപ്പറേഷൻ കംപ്ലീറ്റ്ലി ഒഴിവാകുന്നത് വരെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവായി കിട്ടും. ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞേ, ചോദ്യം നോക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഇനി ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പറായിട്ട് സേവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കണ്ടേ? ഇതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കണം. ഓക്കെ, നമ്മുടെ സൺ ക്ലോക്കിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ എന്ന കീ ഉണ്ട്. ആ പ്രിന്റ് സ്ക്രീൻ കീ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോ എടുത്തതുപോലെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് നമ്മുടെ ഫോൾഡറിലല്ല ഉള്ളത്, പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാണ്. അവിടെ നിന്ന് നമുക്കത് പോയി എടുത്ത് നമ്മുടെ ഫോൾഡറിലേക്ക് ഇടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഹോമിലേക്ക് വരിക. ഹോമിൽ പിക്ചേഴ്സ് എന്ന് കാണാലോ, പിക്ചേഴ്സിലേക്ക് ക്ലിക്ക് ചെയ്യുക. പിക്ചേഴ്സ് എന്ന ഫോൾഡർ വന്നു കഴിഞ്ഞാൽ നമ്മളിത് അവസാനം എടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അവസാനം എടുത്ത സ്ക്രീൻഷോട്ട് ഇതാണ്. ഇതിനെ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോൾഡറിലേക്ക് ഇടണം. കോപ്പി ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ കോപ്പി ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം, ഹോമിലേക്ക് വരിക. ഹോമിലെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത ആ സ്ക്രീൻഷോട്ട് ആ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്ന് കോപ്പി ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്തു. ഇത്രമാത്രം മതിയോ? പോരാ. ചോദ്യത്തിൽ പറയുന്നുണ്ട് റീനെയിം ചെയ്യണം അല്ലേ. ഈ സ്ക്രീൻഷോട്ട് എടുത്ത് എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായിട്ട് സേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുക്കുക. കൃത്യമായിട്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കുക, _ കൊടുക്കുക. എത്രയാണോ നിങ്ങളുടെ ചോദ്യം നമ്പർ ആ ചോദ്യം നമ്പറും കൂടി കൊടുക്കുക. റീനെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, കൃത്യമായിട്ട് അതിവിടെ സേവ് ആയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രവർത്തനവും ചെയ്യാൻ പറ്റുന്നത്. Find the sunset time in New Delhi on 2023 November 12 with the help of Sun Clock software. Take a screenshot of it and save it in the Exam 10 folder in home with your register number _ question number as the file name. Hint ആയിട്ട് പറയുന്നത് ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ ദ സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് ദ ലൊക്കേഷൻ. നമുക്കിങ്ങനെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. 2023 നവംബർ 12 ന്യൂഡൽഹിയിലെ സൂര്യാസ്തമയ സമയം. ഓക്കെ, സൂര്യാസ്തമയ സമയമാണ് പറയുന്നത്. ഓക്കെ, സൺസെറ്റ് സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കണ്ടെത്തുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. സൂചന പറയുന്നുണ്ട്, സൺ ക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച സ്ഥലം സെലക്ട് ചെയ്യുക. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ ദ സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് ദ ലൊക്കേഷൻ. അടുത്തത് എന്താ പറയുന്നത്, മേക്ക് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രസ് വാല്യൂ ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം.
പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി, സമയം എന്നിവ ക്രമീകരിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? റൺ ദ ആനിമേഷൻ ആൻഡ് ഫൈൻഡ് ദ ടൈം വെൻ ദ ഡേ ടേൺ ടു ഡാർക്ക് ഓവർ ന്യൂഡൽഹി. ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ്. ആനിമേഷൻ പ്രദർശിപ്പിച്ച് പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ന്യൂഡൽഹിക്ക് മുകളിലെത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആണെന്നൊന്ന് വിചാരിക്കേണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സൺ ക്ലോക്ക് ഓപ്പൺ ചെയ്യുന്നു. ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സൺ ക്ലോക്ക്. ആ ക്രമത്തിൽ സൺ ക്ലോക്ക് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, സൺ ക്ലോക്ക്. സൺ ക്ലോക്ക് വിൻഡോ ഓപ്പൺ ആയല്ലോ. ഇനി നമുക്ക് ഇതിനെ മാക്സിമൈസ് ചെയ്യണം. മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മെനു ബാർ കൊണ്ടുവരിക എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെനു ബാർ ഇങ്ങോട്ടേക്ക് കിട്ടും. ഇനി ചോദ്യത്തിൽ പറഞ്ഞത് എന്താ? ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സൺ ക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കണം. ഓക്കെ, ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ്. ഓക്കെ, അപ്പോൾ ടൈം സോൺ മാപ്പ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് മൗസ് മൂവ് ചെയ്താൽ ആ ടൈം സോൺ മാപ്പ് നമുക്ക് ഇവിടെ കിട്ടും. സെറ്റല്ലേ? ഓക്കെ, ഇനി എന്താ ചോദ്യത്തിൽ പറയുന്നത്? സെലക്ട് ദ ലൊക്കേഷൻ. ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതാ നമ്മളോട് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായ? ന്യൂഡൽഹി അല്ലേ? ന്യൂഡൽഹി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ന്യൂഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ഇതാ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ന്യൂഡൽഹി ഒരു ചെറിയൊരു പോയിന്റ് കാണാം അല്ലേ? അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതാ താഴെയായിട്ട് ആ ഒരു ലൊക്കേഷൻ കാണാൻ പറ്റും. ന്യൂഡൽഹി എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെയല്ല, ന്യൂഡൽഹി ഇവിടെയല്ല എന്നറിയാം, ഇവിടെയല്ല എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ സ്ഥലം എവിടെയാണ് പൊതുവേ നിങ്ങളോട് ചോദിക്കാറുള്ളത്. ന്യൂഡൽഹി ചോദിക്കാറുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് കൊൽക്കത്ത കാണാൻ പറ്റും, അഥവാ കൽക്കട്ട കാണാൻ പറ്റും. കൽക്കട്ട ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മദ്രാസ് അഥവാ ചെന്നൈ, മദ്രാസ് എന്നാണ് ഇതിലുണ്ടാവുക, അത് കാണാൻ പറ്റും. അതും പൊതുവെ ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ബോംബെ ഉണ്ട്, ബോംബെയും ചോദിക്കാറുണ്ട്. ഈ പ്രധാനപ്പെട്ട സിറ്റികളൊക്കെയാണ് പൊതുവെ ചോദിച്ച് കാണാറുള്ളത്. ന്യൂഡൽഹി ഇവിടെയുണ്ട്, ന്യൂഡൽഹി നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ന്യൂഡൽഹി നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ന്യൂഡൽഹി ഇവിടെയാണ് എന്ന് അറിയില്ല എന്ന് വിചാരിക്കുക. ന്യൂഡൽഹി എവിടെയാണ്, ഏത് ഭാഗത്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ മെനു ബാറിൽ ഇവിടെ യു കാണാലോ, അർബൻ കമാൻഡ് വിൻഡോ അല്ലെ? അർബൻ കമാൻഡ് വിൻഡോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു വിൻഡോ വരും അല്ലേ? ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സിറ്റിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഉദാഹരണത്തിന് ഓൾറെഡി ന്യൂഡൽഹി ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തതുകൊണ്ട് വന്നതാണ്. ഞാനിവിടെ ന്യൂ ഡൽഹി എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ന്യൂഡൽഹി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ന്യൂഡൽഹിയിലേക്ക് ആ ഒരു പോയിന്റ് വന്ന് നിന്നോളും. താഴെ ന്യൂഡൽഹി എന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു ന്യൂഡൽഹി ഇതേപോലെ ചൂസ് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? ആ ന്യൂഡൽഹി ഡയറക്റ്റ് ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ന്യൂഡൽഹി ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ചോദ്യം നോക്കാം. മേക്ക് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രസ് വാല്യൂ ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റും ടൈമും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഏതാ ഡേറ്റ് പറയുന്നത്? 2023 നവംബർ 12 നിലവിൽ നമുക്ക് താഴെ നോക്കിയാൽ നമ്മൾ ഡേറ്റ് കാണാൻ പറ്റും. ജനുവരി 12 അല്ലേ? 2025 ജനുവരി 12. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 2025 നിന്ന് നമുക്ക് എങ്ങോട്ടേക്ക് പോകണം? നമ്മുടെ 2023 പോകണം. അതിനുവേണ്ടി നമ്മുടെ ആ ഒരു മെനു ബാർ കൊണ്ടുവരിക. എന്താ മെനു ബാർ ഇപ്പോൾ തൽക്കാലം താഴെ വന്ന് നിന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനു ബാർ കിട്ടും. ഈ മെനു ബാറിൽ നിന്നും ജി ഉണ്ടല്ലോ, അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ, ആ ജി എന്ന ടൂള് ക്ലിക്ക് ചെയ്തിട്ട് പ്രോഗ്രസ് വാല്യൂ എന്താക്കണം? 30 ആക്കണം അല്ലേ? ജി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 1 മിനിറ്റ് ആണ്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, 1 അവർ, ക്ലിക്ക് ചെയ്യുക 1 ഡേ, 7 ഡേയ്സ്, 30 ഡേയ്സ്. 30 ഡേയ്സ് വരെയാണ് പറ്റുക. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ജി ക്ലിക്ക് ചെയ്ത് 30 ഡേയ്സ് വരെ ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 30 ഡേയ്സ് വീതം ബാക്കോട്ട് പോകണോ മുമ്പോട്ട് പോകണോ? നിലവിലുള്ള നമ്മുടെ ടൈം എന്ന് പറയുന്നത് 2025 ജനുവരി 12. അതിനെ നമുക്ക് 2023 പോകണം. സോ 30 ദിവസം ഇത് നമുക്ക് പുറകോട്ട് പോകണം. 2025 നിന്ന് 23 പോകാൻ പുറകോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ പുറകോട്ട് പോകാൻ ബി എന്ന ടൂള് ക്ലിക്ക് ചെയ്യാം. മുമ്പോട്ടാണെങ്കിൽ അഡ്ജസ്റ്റ് ടൈം ഫോർവേഡ് ആണെങ്കിൽ എ, അഡ്ജസ്റ്റ് ടൈം ബാക്ക്വേർഡ് ആണെങ്കിൽ ബി. ക്ലിക്ക് ചെയ്ത് നമുക്ക് 2023 പോവാം. ഓക്കെ അല്ലേ? താഴെ നോക്കിയാൽ ഞാനിപ്പോൾ 2023 ഡിസംബറിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ ചോദ്യത്തിൽ എത്രയാ പറഞ്ഞേ? നവംബർ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം ഡിസംബറിലെത്തി, ഒന്നുകൂടി 30 ദിവസം നമുക്ക് പുറകോട്ടേക്ക് പോവാം. അപ്പോൾ ഒന്നുകൂടി ബി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 30 ദിവസം പുറകോട്ടേക്ക് പോയി. ഇപ്പം നവംബർ 19 ഞാൻ എത്തിയത്. ചോദ്യം നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞത് നവംബർ 12 അല്ലേ? നവംബർ 12. ഇപ്പം നമ്മൾ മന്തും ഇയറും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ദിവസം മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി.
ഓക്കെ, ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഗ്രസ് വാല്യൂ ചേഞ്ച് ചെയ്യണം. പ്രോഗ്രസ് വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രോഗ്രസ് വാല്യൂ 30 days ആണ്. അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 ഡേയോ അല്ലെങ്കിൽ 7 days ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പം 1 day ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നു. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ 1 minute ആയി, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ 1 hour ആയി, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ 1 day ആയി. ഓരോ ദിവസം വീതം നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. എങ്ങോട്ട് കൊണ്ടുവരണം? ബാക്കോട്ടാണോ മുമ്പോട്ടാണോ? ഇപ്പോൾ ഉള്ള ടൈം, ഇപ്പോൾ ഉള്ള ഡേറ്റ് എന്ന് പറയുന്നത് November 19. നമുക്കതിനെ ചോദ്യത്തിൽ പറഞ്ഞത് November 12 എത്തിക്കാനാണ്. അപ്പോൾ പുറകോട്ടല്ലേ കൊണ്ടുവരേണ്ടേ? ബാക്ക്വേർഡ് അല്ലേ വേണ്ടേ? അതുകൊണ്ട് ബി തന്നെ പ്രസ് ചെയ്യാം. ബി പ്രസ് ചെയ്താൽ ബാക്കോട്ട് വന്നോളൂ. എ ആണെങ്കിൽ മുമ്പോട്ട്. ബി ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ഡേറ്റ് 18 ആയി, ഒരു തവണ കൂടി പ്രസ് ചെയ്യുമ്പോൾ 17 ആയി, അങ്ങനെ 12 എത്തുന്നവരെ പ്രസ് ചെയ്യാം. 12 എത്തുന്നവരെ അത് ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ കറക്റ്റ് ഡേറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ചോദ്യം നോക്കാം. ആ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി എന്ത് വേണം? റൺ ദ ആനിമേഷൻ ആൻഡ് ഫൈൻഡ് ദ ടൈം വെൻ ദ ഡേ ടേൺ ടു ഡാർക്ക് ഓവർ ന്യൂഡൽഹി. ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ്. അതായത് ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ന്യൂഡൽഹിക്ക് മുകളിൽ എത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കുക. പകല് മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം, അതായത് ഇവിടെ പകലുണ്ടല്ലേ, അതേപോലെ കുറച്ച് അങ്ങോട്ട് ഇരുട്ടുണ്ട്. ഓക്കെ, ഇവിടെ പകലുണ്ട്, ഇവിടെ ഇരുട്ട് തുടങ്ങുന്ന ഭാഗമുണ്ട്. ആ ഒരു ഇരുട്ട് തുടങ്ങുന്ന ഭാഗം, ഇതേപോലെ ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ന്യൂഡൽഹിയുടെ മുകളിലേക്ക് എത്തുമ്പം ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് സമയം കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? ആനിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 മാർഗം പറഞ്ഞുതരാം. ഒന്നാമത്തത് നമ്മുടെ മെനു ബാറിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റും. ആനിമേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രോഗ്രസ് വാല്യൂല്ലേ, അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ ക്ലിക്ക് ചെയ്തിട്ട് പ്രോഗ്രസ് വാല്യൂ 1 minute ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, 1 minute ആയിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പോൾ 1 day ആണുള്ളത്, 1 day അല്ല 1 minute ആയിട്ട് സെറ്റ് ചെയ്യുക. ജി ക്ലിക്ക് ചെയ്ത് 1 minute പ്രോഗ്രസ് വാല്യൂ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ 2 മാർഗ്ഗമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കീബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഡയറക്റ്റ് ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അത് കാണിച്ചു തരാം. അതല്ലാതെ മറ്റൊരു മാർഗ്ഗം ഈ മെനു ബാറിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ ഓ കണ്ടോ, ഓപ്ഷൻ കമാൻഡ് വിൻഡോ, അത് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ കമാൻഡ് വിൻഡോ ആനിമേഷന് വേണ്ടിയാണ്. ഓപ്ഷൻ കമാൻഡ് വിൻഡോ ക്ലിക്ക് ചെയ്താൽ ഒരു വിൻഡോ ഇവിടെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഒരു കീ കണ്ടില്ലേ, ഒരു ടൂൾ കണ്ടില്ലേ? ഈ ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോ, ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നോക്കിക്കോ, ആനിമേഷൻ സ്റ്റാർട്ടായി അല്ലേ. ഒന്നുകൂടി അതിൽ ക്ലിക്ക് ചെയ്താൽ ആനിമേഷൻ സ്റ്റോപ്പായി. ഇതാണ് ഒന്നാമത്തെ മാർഗം. ഓക്കെ, അതായത് ഇവിടെയുള്ള ഓ ക്ലിക്ക് ചെയ്യുക. ഓ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ കമാൻഡ് വിൻഡോ ഓ ക്ലിക്ക് ചെയ്തിട്ട് ഈ സിംഗിൾ കൊട്ടേഷൻ്റെ ഈ ഒരു ടൂള് ക്ലിക്ക് ചെയ്യുമ്പോൾ ആനിമേഷൻ സ്റ്റാർട്ട് ആവും, ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആവും. പ്രോഗ്രസ് വാല്യൂ 1 minute ആയിട്ട് സെറ്റ് ചെയ്യാൻ മറന്നു വേണ്ട. അതല്ലാതെ മറ്റൊരു മാർഗ്ഗം എന്താ? പ്രോഗ്രസ് വാല്യൂ 1 minute ആയി സെറ്റ് ചെയ്ത ശേഷം നമ്മളെ കീബോർഡിൽ തന്നെ ഒരു സിംഗിൾ ക്വാഡ്സിൻ്റെ ഒരു കീ ഉണ്ട് അല്ലേ, സിംഗിൾ ക്വാഡ്സ് ഓർ ഡബിൾ ക്വാഡ്സ്. ആ ഒരു കീ എന്ത് ചെയ്യുക? ഒരു തവണ ജസ്റ്റ് ഡയറക്റ്റ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആനിമേഷൻ സ്റ്റാർട്ട് ആവും, ഒന്നുകൂടി പ്രസ് ചെയ്താൽ സ്റ്റോപ്പ് ആവും. അപ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് നമ്മുടെ ആ ഒരു പകൽ, ഇവിടെ പകലാണ്, പകല് മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം. അപ്പോൾ ഒന്നുകൂടി ഈ സിംഗിൾ ക്വാഡ്സിൻ്റെ കീ പ്രസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഡൽഹിക്ക് മുകളിൽ എത്തുമ്പോൾ, ഡൽഹിക്ക് മുകളിൽ പകല് മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം എത്തുമ്പം ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് അത് നമ്മളെ അവിടെ എത്തിച്ചല്ലോ, കറക്റ്റായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇനി സപ്പോസ് ചിലപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുമ്പോട്ടായി പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ മുമ്പോട്ടായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ 1 minute അല്ലേ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ തന്നെ ഫോർവേഡ് ബാക്ക്വേർഡ് ഉണ്ടല്ലോ. അതിൽ ഈ ബാക്ക്വേർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് പുറകോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അഥവാ നമുക്ക് കറക്റ്റ് സ്ഥലത്ത് പോയി ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് പറഞ്ഞത് ഇങ്ങനെ ബാക്ക്വേർഡ് ആക്കി അവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആ ആനിമേഷൻ അതിന് മുകളിൽ എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്ത ശേഷം ഇപ്പം നമുക്ക് താഴെ കാണാൻ പറ്റും സൺറൈസ്, സൺസെറ്റ്, ടൈം കാണാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താ പറയുന്നത്? ചോദ്യം നോക്കാം. നമ്മൾ ആ ഒരു ആനിമേഷനൊക്കെ പ്രവർത്തിപ്പിച്ച് കറക്റ്റ് സ്ഥലത്തെത്തിച്ച് ഇനി സ്ക്രീൻഷോട്ട് എടുക്കുക. ടേക്ക് എ സ്ക്രീൻഷോട്ട്. സാധാരണ ചെയ്യുന്ന പോലെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ എന്ന കീ ഉണ്ട്. പ്രിന്റ് സ്ക്രീൻ എന്ന കീ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രിന്റ് സ്ക്രീൻ എന്ന കീ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ കാണാം. സോ നമ്മുടെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഇവിടെ പോയിട്ടുണ്ട്, പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാണ് പോയിട്ടുള്ളത്. നമ്മുടെ ഫോൾഡറിലല്ല സ്ക്രീൻഷോട്ട് ഉണ്ടാവുക, പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാണ് സ്ക്രീൻഷോട്ട് ഉണ്ടാവുക. ആ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്ന് നമ്മൾ നമ്മുടെ സ്ക്രീൻഷോട്ട് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നത്? അതിനായിട്ട് ഹോമിലേക്ക് വരിക, ഹോം ഓപ്പൺ ചെയ്യാം. ഹോമിലേക്ക് വരിക, ഹോമിൽ പിക്ചേഴ്സ് എന്ന് കാണാം. ഹോമിൽ പിക്ചേഴ്സിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു വെച്ച സ്ക്രീൻഷോട്ട് ഒക്കെ കാണാം. ഇവിടെ അവസാനമായിട്ടുള്ളതാണ് നമ്മൾ അവസാനം എടുത്തിട്ടുള്ള ലാസ്റ്റ് എടുത്ത ഈ ഒരു സ്ക്രീൻഷോട്ട് ഇതാണല്ലോ. ഇതെന്ത് ചെയ്യാം? ഇവിടെ നിന്ന് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യണം. നമ്മുടെ ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യാൻ ഹോമിലേക്ക് വരുന്നു. ഹോമിൽ exam 10 എന്ന ഫോൾഡർ കാണാലോ. exam 10 എന്ന ഫോൾഡറിലേക്ക് വരാം.
ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്രീൻഷോട്ട് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത്ര മാത്രം ചെയ്യരുത്, ഇത്ര മാത്രം ചെയ്ത് ഇറങ്ങി പോവരുത്. ബാക്കി കൂടി നമുക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? റീനെയിം ചെയ്യണം. കൃത്യമായിട്ട് റീനെയിം ചെയ്യണം. ചോദ്യത്തിൽ പറയുന്നതാണ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്, കണ്ടില്ലേ? റീനെയിം ദ ഫയൽ ആസ് ഇൻസ്ട്രക്റ്റഡ്. കൃത്യമായ സ്ഥലത്ത് നമ്മൾ പേസ്റ്റ് ചെയ്തു, പറഞ്ഞ ഫോൾഡറിൽ പേസ്റ്റ് ചെയ്തു. റീനെയിം ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് രജിസ്റ്റർ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. ആ ചോദ്യ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റീനെയിം എന്ന ബട്ടൺ ഉണ്ട്, റീനെയിം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പ്രവർത്തനവും ഭംഗിയായി കംപ്ലീറ്റ് ചെയ്തു.